ഡീകമ്പോസ്റ്റായ അവസ്ഥയിലായിരുന്നു ബോഡി. വളരെ മൃഗീയമായ രീതിയിൽ ഒരു റബ്ബർ മരത്തിൽ പൂട്ടിയിട്ട് കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് ഈ ബോഡി ചങ്ങലയിട്ട് പൂട്ടിക്കെട്ടി എക്സ്പ്ലോസീവ് ഒന്നും യൂസ് ചെയ്യാതെ എന്തോ കെമിക്കൽ ഉപയോഗിച്ച് ബോഡി കത്തിച്ചിട്ടിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾക്ക് ഭീകരത എന്ന് പറഞ്ഞാൽ എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലുള്ള കാടാണ്. നമസ്കാരം. അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുക്കടവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. അതായത് പിറവന്തൂർ പഞ്ചായത്തിൽ വന്മള വാർഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ആളുകേറ മല എന്ന് പറയുന്ന ഞാൻ നിൽക്കുന്ന ഈ ഹൈറ്റിലേക്കുള്ള പ്രദേശത്ത് മനുഷ്യനെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് കെമിക്കൽ ഒഴിച്ച് കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വലിയൊരു കൊലപാതകമാണ് പുനലൂർ ഈ പറയുന്ന മുക്കടവ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അലിമുക്കിനോട് ചേർന്ന് അവിടെ നിന്നും വന്മള എന്ന് പറയുന്ന വാർഡിൽ നടന്നിട്ടുള്ളത്. സംഭവ സ്ഥലത്ത് പോലീസും ഷാഡോ പോലീസും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി ഇപ്പോൾ ആ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാടിനെ ഞെട്ടിച്ച ഒരു വലിയ സംഭവമായിട്ട് ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യ ശരീരത്തെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് കെമിക്കൽ ഒഴിച്ച് കത്തിച്ച നിലയിലേക്കാണ് ആ മൃതശരീരം കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ഈ ഒരു 10 വർഷത്തിന് ശേഷം ഇത്തരത്തിലുള്ളൊരു സംഭവം നമ്മൾ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഭയാനകമായിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ അലിമുക്ക് എന്ന് പറയുന്ന പിറവന്തൂർ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ആർ ജയൻ എന്ന് പറയുന്ന മെമ്പറാണ്. മെമ്പറെ, എന്തായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം? ഇതിൻ്റെ ആധികാരികമായി നമുക്കിത് ആരാണെന്നോ എന്താണെന്നോ എന്ന് പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഡീകമ്പോസ്റ്റായ അവസ്ഥയിലായിരുന്നു ബോഡി. വളരെ മൃഗീയമായ രീതിയിൽ ഒരു റബ്ബർ മരത്തിൽ പൂട്ടിയിട്ട് കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ്. ഏകദേശം ഒരാഴ്ചയോളം പഴക്കമുള്ള ബോഡിയായിരുന്നു ഡീകമ്പോസ്റ്റായി. ഈ ആളുകേറ മല എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. ഇതെൻ്റെ വാർഡാണ്, വന്മള വാർഡാണ്. KSDP റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്ര കുന്നിൻ്റെ ഹൈറ്റിൽ കൊണ്ടുപോയി അവിടെ ദുരൂഹപ്പെടുത്തിയ അങ്ങനെ എന്താണെന്ന് സംശയിക്കപ്പെടുന്നു. ഇതിനെ തുടർന്ന് പോലീസ് വന്ന്, പിന്നെ ഫോറൻസിക് വിദഗ്ധർ വന്ന്, SP ഇങ്ങനെ DYSP എല്ലാവരും വന്ന്, പിന്നെ ഫോറൻസിക്കിൽ നിന്നും ഡോഗ് സ്ക്വാഡ് എല്ലാവരും വന്ന് അതിൻ്റെ പരിശോധനയൊക്കെ നടത്തി ഇൻക്വസ്റ്റൊക്കെ നടത്തി ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതാരാണെന്നും ഇന്നും നമുക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മൃഗീയമായ രീതിയിലാണ് അദ്ദേഹത്തെ ആണെന്നും പെണ്ണെന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കൈകാലുകൾ ബന്ധിച്ച് ചങ്ങലയിൽ ലോക്കിട്ട്, റബ്ബർ മരത്തിനോട് ചേർന്ന് ലോക്കിട്ട് വളരെ ഭയാനകമായ രീതിയിലായിരുന്നു നമുക്ക് ഈ സംഭവം. നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അതുപോലെ ഒരു വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി. ഇതാരാണോ ഇത് കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള ധാരണ സംഭവങ്ങളൊന്നും ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഈ പ്രദേശത്ത്. സമാനതകളില്ലാത്തൊരു കൊലപാതകമാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ ചങ്ങലയിട്ട് മുറുക്കി കെമിക്കൽ ഒഴിച്ച് കത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. കെമിക്കൽ ഒഴിച്ച്, പിന്നെ ഫയറായിട്ടില്ല, കെമിക്കൽ ഒഴിച്ചിട്ടുണ്ട്. ഫയറായെങ്കിൽ ആ പ്രദേശം എല്ലാം കരിഞ്ഞ നിലയിൽ കണ്ടേനെ. പക്ഷേ ഇത് എന്തോ കെമിക്കൽ ഒഴിച്ചിട്ടുണ്ട് അതിൽ. അതുകൊണ്ട് ആൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. ആദ്യമായിട്ട് കണ്ടത് ആരായിരുന്നു? ആദ്യമായിട്ട് കണ്ടത് ഇത് ഈ KSDP റോഡ് സൈഡിൽ ശബരിമല സീസണിൽ കടകൾ നടത്തുന്ന ഒരുപാട് വ്യാപാരികളുണ്ട്. ആ കടകളിൽ ജോലി ചെയ്യുന്ന ഒരു തമിഴ് സ്വദേശിയാണ് ഇത് അദ്ദേഹം കണ്ടത്. അദ്ദേഹം ഈ മുളക് പറിക്കുന്നതിന് വേണ്ടി കാടുകളിലേക്ക് പോയത്. അവിടെ ഈ കാടുകളിൽ റബ്ബർ ടാപ്പ് ചെയ്യാതിരിക്കുന്ന റബ്ബർ കാടുകളാണ്. അപ്പോൾ അടിക്കാടുകളൊക്കെ വളർന്ന് ഒരുപാട് ഇങ്ങനെ മുളകൊക്കെ വളർന്ന്, അപ്പോൾ അത് പറിക്കാൻ വേണ്ടി അദ്ദേഹം പോയതാണ്. അങ്ങനെ പോയപ്പോഴാണ് ഈ മൃതദേഹം കാണുന്നത്. അദ്ദേഹം അത് കണ്ട് പേടിച്ച് ഓടി താഴെ വന്ന് പ്രദേശവാസികളോട് പറഞ്ഞു. അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു, പിന്നെ ഞങ്ങളെയൊക്കെ അറിയിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്നത്. ഫുള്ള് കാടാണ്, അവിടെ എത്തിപ്പെടാൻ തന്നെ വളരെ പ്രയാസമാണ്. അതേപോലെ അത് ഇവിടെ നെല്ലിപ്പള്ളി തൊട്ടടുത്ത ഒരു പ്രദേശത്തെ സ്വദേശിയുടെയാണ് ആ വസ്തു. അദ്ദേഹത്തിൻ്റെ റബ്ബർ മരങ്ങളാണ്. ടാപ്പ് ചെയ്യാതെ വലിയ രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ കഴിയാവുന്നവരാണ് എന്നാണ് എൻ്റെ ഒരു സംശയം. അത്രയ്ക്ക് കറക്റ്റ് ആൾ ചെല്ലാത്ത രീതിയിലുള്ള സ്ഥലം ഒരു ലൊക്കേറ്റ് ചെയ്തെടുത്തിട്ട് അവിടെ കൊണ്ട് ഈ മൃഗീയമായി കൊലപാതകം ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനിപ്പോൾ അന്വേഷിക്കട്ടെ. വളരെ ഭയാനകമായ രീതിയിലാണ് ഇത്. ഇനി ഇവിടെ ഇങ്ങനെയുള്ള സംഭവം നടക്കരുത്. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. വെച്ചാൽ ഇത് കണ്ടുപിടിക്കണം, ഈ വ്യക്തികൾ ആരാണെന്ന്. ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാവുന്നവരായിരിക്കണമെന്നാണ് എൻ്റെ ഒരു സംശയം. ഇപ്പോൾ ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബോഡി ഇപ്പോൾ ഇൻക്വസ്റ്റ് അവർ തയ്യാറാക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബോഡി എന്ന് പറയുന്നത് ഡീകമ്പോസ്റ്റ് ആയതാണ്. മൊത്തം ഒരു പറഞ്ഞ് എല്ലാം റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചത്തെ കാലപ്പഴക്കം, ഒരാഴ്ചയെ കൂടുതൽ കാലപ്പഴക്കമുണ്ട്. പക്ഷേ അധികം സ്മെല്ലതില്ല, എന്തോ കെമിക്കൽ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അഴുകിയ രീതിയിലാണ് കാണപ്പെടുന്നത്. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പുനലൂർ പോലീസ് സ്റ്റേഷൻ എൻ്റെ ലിമിറ്റിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ
പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പുന്നവൽ മുക്കടവ് പാലത്തിന് ലെഫ്റ്റ് സൈഡിലായി നെല്ലിപ്പള്ളിയിൽ ഉള്ള ഒരാളിൻ്റെ ഉടമസ്ഥയിലുള്ള സുകുമാരൻ സാർ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഉടമസ്ഥയിലുള്ള റബ്ബർ തോട്ടത്തിലാണ് ഈ ബോഡി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ നിന്നും ഏകദേശം 750 അടിയോളം ഹൈറ്റിൽ 55-60 സ്റ്റെപ്പ് പ്ലാറ്റ്ഫോം വരുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ബോഡി ചങ്ങലയിട്ട് പൂട്ടിക്കെട്ടി എക്സ്പ്ലോസീവ് ഒന്നും യൂസ് ചെയ്യാതെ എന്തോ കെമിക്കൽ ഉപയോഗിച്ച് ഈ ബോഡി കത്തിച്ചിട്ടിരിക്കുന്നത്. എക്സ്പ്ലോസീവ് ഡീസലോ പെട്രോളോ ആണെങ്കിൽ ആ ലൊക്കേഷൻ മൊത്തവും കരിയണം. ഈ ബോഡിയോട് കിടക്കുന്ന ലൊക്കേഷൻ തന്നെ പച്ച പോച്ചകളുമുണ്ട്. അപ്പോൾ എന്തോ കെമിക്കൽ ആസിഡ് എന്തോ ഒഴിച്ച് ഇടത് കയ്യിലും വലത് കാലിൽ ചുറ്റിയും ഇടത് കാലിൽ പൂട്ടിയും പച്ച ജീവനോടെ നോർമലി ഒരാളിനെ കൊല്ലുന്ന ആളിനെ ഇങ്ങനെ ചെയ്യണ്ടേ, നോർമലി ഈ ബോഡി ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ്, ചെയിനിൽ ലോക്ക് ചെയ്തിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് കൂവി വിളിച്ചാൽ പോലും കേൾക്കാൻ പറ്റാത്ത കിലോമീറ്ററോളം കേൾക്കത്തില്ല. അത് ഈ വസ്തുവിൻ്റെ 32ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസിലാണ് ഈ സംഭവം കിടക്കുന്നത്. രീതിയിൽ യാതൊരു വസ്ത്രങ്ങളും ഒന്നുമില്ലാതെ നോർമൽ സ്റ്റേയിലാണ് കിടക്കുന്നത്. സ്ത്രീയാണെന്നാണോ ഉള്ളത് പോലീസ് ഫോറൻസിക് ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ സ്ത്രീയാണെന്ന് അറിയുന്നത്. പുനലൂർ SHO രാജേഷ്, അസിസ്റ്റൻറ്റ് പ്രിൻസിപ്പൽ SI ഉണ്ടായിരുന്നു, SHO ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ഡോഗ് സ്ക്വാഡ് ഉണ്ടായിരുന്നു, ഫോറൻസിക്കുകാരുണ്ടായിരുന്നു. എല്ലാവരുമായി വന്ന് ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികളും കഴിഞ്ഞ് ബോഡി താഴെ കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. 4-5 പോലീസുകാർ മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്റ്റേഷൻ ലിമിറ്റിലുള്ള പോലീസുകാർ. അവർ അതിൻ്റെ പ്രാഥമികമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾക്ക് ഭീകരത എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലുള്ള കാടാണ്. അവിടെ നമുക്ക് എത്തിപ്പെടാൻ കഴിയത്തില്ല. സ്ഥലം തന്നെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഭീകരമായ ഒരു അവസ്ഥ.